ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അജിത്ത്. വെൽക്കം ബാക്ക് ടു ലീഫ് ഗാർഡൻ ക്രാഫ്റ്റേഴ്സ്. നമ്മുടെ ഇന്നത്തെ വർക്ക് നടക്കാൻ പോകുന്നത് ചങ്ങനാശ്ശേരിയിലാണ് കേട്ടോ. അപ്പോൾ ഓൾറെഡി നമ്മുടെ സ്റ്റാഫ് വന്നിട്ട് ഇവിടെ എല്ലാം ക്ലീനാക്കി ഇട്ടേക്കാണ്. നമ്മുടെ ജോലി എന്ന് പറയുന്നത് ഇന്നത്തെ ദിവസം വൈകുന്നേരമാണ് നമുക്ക് ഗ്രാസ് ഇറക്കി വെക്കണം വണ്ടിയിൽ നിന്ന്. നാളെ നമ്മൾ ഗ്രാസ് സ്പ്രെഡ് ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പോൾ ഇതിനു മുമ്പ് നമ്മുടെ സ്റ്റാഫ് വന്നിട്ട് മൊത്തം ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊരു ചെറിയ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അല്ലടി ഇവിടെ വലുതാക്കാനേ അടുപ്പിച്ച് വെച്ചു. മിച്ചം ഉണ്ടെങ്കിൽ നമുക്ക് ഇത് അപ്പുറ സൈഡിലൊക്കെ വെക്കാൻ പറ്റുമെങ്കിൽ ഉണ്ടെങ്കിൽ വെക്കാം. എന്നിട്ടോ മിച്ചം വരികയാണെങ്കിൽ നമുക്ക് അപ്പുറത്ത് വെക്കാം, കുഴപ്പമൊന്നുമില്ല. ആ നിൽക്കട്ടെ, മതി മതി. അങ്ങനെ നെക്സ്റ്റ് ഡേ നമ്മൾ സൈറ്റിൽ വന്നേക്കാം കേട്ടോ. നമ്മുടെ പുല്ലൊക്കെ ഓൾറെഡി നമ്മളിവിടെ ഇറക്കി വെച്ചേക്കാണ്. നമുക്ക് ഇത്രയും ഭാഗത്തും ഇരിക്കാനുണ്ട്, ഇവിടെ ഇറക്കി വെച്ചിട്ടുണ്ട്. അത്രയും ഭാഗത്തും ഇരിക്കാനുണ്ട്, അതും അവിടെ ഇവിടെയൊക്കെ നമ്മൾ ഇറക്കി വെച്ചേക്കാണ്. ഈ ഒരു ഏരിയ ഫുള്ള് വിരിച്ച് തീർക്കണം, അതുപോലെ അവിടെയും ചെയ്യാനുണ്ട്. നമ്മളെങ്ങനെ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഓൾറെഡി ക്ലീൻ ചെയ്തൊക്കെ ഇട്ടേക്കാം കേട്ടോ. അത്യാവശ്യം കാട് പിടിച്ചൊക്കെ കിടന്ന സ്ഥലമാണ്. അപ്പോൾ നമ്മൾ ആദ്യം വന്നിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഇപ്പോൾ കുറച്ച് കരിയിലേക്ക് കിടപ്പുണ്ട്. ആ കരിയിലെല്ലാം അടിച്ച് മാറ്റി കളഞ്ഞിട്ട് നേരെ വളം ഇടുന്നു. വളം ഇട്ടിട്ട് പുല്ല് വിരിക്കാൻ പോകാം കേട്ടോ. അപ്പോൾ നമ്മൾ ഓൾറെഡി കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് വർക്ക് തുടങ്ങാൻ വേണ്ടി. അതുകൊണ്ട് നമുക്ക് ഫാസ്റ്റായിട്ട് തീർക്കണം. നമുക്ക് ഇന്നത്തെ ഒരൊറ്റ ദിവസം മാത്രമേ ഉള്ളൂ വർക്ക് തീർക്കാൻ വേണ്ടി. ഈ വീട്ടിലൊരു ഫംഗ്ഷൻ നടക്കാനുള്ളതാണ്. അപ്പോൾ നമ്മൾ നേരെ വർക്കിലേക്ക് പോകാം കേട്ടോ. ചെറിയ രീതിയിൽ ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് എടുത്ത് കാണിച്ചു തരാവേ. അപ്പോൾ നമ്മൾ പുല്ല് വെക്കാൻ തുടങ്ങുന്നതിന് മുമ്പായിട്ട് വളം വിതറാം കേട്ടോ. നമ്മളെപ്പോഴും ഗ്രൗണ്ട് ക്ലീൻ ചെയ്തിട്ട് പുല്ല് നടുന്നതിന് മുമ്പായിട്ട് നന്നായിട്ട് വളം വിതറി കൊടുക്കണേ. അപ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്നെങ്കിൽ നമ്മൾ പുല്ല് നടുന്നതിന് മുമ്പും വെക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നട്ട് കഴിഞ്ഞും ചെയ്യാം. എങ്ങനെ ചെയ്താലും കുഴപ്പമില്ല കേട്ടോ. എന്നാലും മണ്ണിൻ്റെ പുറത്ത് വെതറിയിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. ഈ വളത്തിന് ചെറിയ സ്മെല്ലുള്ള വളമാണ്. അപ്പോൾ നമ്മളൊരു ഫംഗ്ഷനൊക്കെ നടക്കുന്ന വീടാകുമ്പം പുറത്ത് വെതറി കഴിഞ്ഞാൽ ആ സ്മെല്ല് നിൽക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ നമ്മൾ വളം ഇട്ട് കഴിഞ്ഞിട്ടാണ് പുല്ല് വെക്കുന്നതെങ്കിൽ ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല. പുല്ല് തെറ്റാണ്, നൈസുമില്ല. ഗ്രാസൊക്കെ നല്ല സെറ്റ് ഗ്രാസാണ്, അടിപൊളി പുല്ലാണ് വന്നേക്കുന്നത്. ഫ്രഷ് നല്ല ഗ്രീനായിട്ടുള്ള കിടിലൻ പുല്ലാണ്. ഒരെണ്ണം കയറ്റിയും കൂടി വരും. ഈ പുല്ലിന് അങ്ങനെ ഒരു ഗുണമുണ്ട്. പക്ഷേ മെക്സിക്കൻ ഗ്രാസിന് നമ്മൾ എങ്ങനെ വെച്ചെന്ന് പറഞ്ഞാലും ആ ഒരു ജോയിൻറ്റ് ചെറുതായിട്ട് അറിയും. ഇതിന് ആ ഒരു വിഷയം വളരെ കുറവാണ്. നമ്മൾ വെക്കുന്നത് നന്നായിട്ട് വെച്ചാൽ മതി. ഏറ്റവും കിട്ടാൻ യെസ് അത്രേ ഉള്ളൂ പരിപാടി. ആ
ഇവിടെയാണ് നമ്മൾ പുല്ല് ഇറക്കി വെച്ചിരുന്ന സ്ഥലം കേട്ടോ. അപ്പോൾ ബാക്കി അവിടം തൊട്ട് ഇവിടം വരെ നമ്മൾ ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഇവിടുന്ന് ഇരിക്കുന്ന പുല്ലിൻ്റെ കൂടി ആവശ്യമുള്ള പുല്ല് അവിടെ നിർത്തി കഴിഞ്ഞാൽ അത് തീരും. മിച്ചം പുല്ലുണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകും. അവിടെയും ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പം ഇവിടുന്ന് മിച്ചം വരുന്ന പുല്ല് നമ്മൾ ഇങ്ങോട്ട് എടുക്കും. അപ്പോൾ ഇവിടെ ഓൾറെഡി ഫിനിഷായി. ആ അറ്റത്തൊട്ട് ഈ അറ്റം വരെയുള്ള ഫിനിഷ് ആയിട്ടുണ്ട്. നമുക്ക് ഇടയ്ക്ക് ഗ്യാപ്പ് വരുന്നതൊക്കെ ചെറിയ കട്ടിങ്സ് എടുത്തിട്ട് അടച്ചുകൊണ്ടിരിക്കുക. കണ്ടില്ലേ, അതുപോലെ പീസൊക്കെ എടുത്തിട്ട് നമ്മുടെ മരത്തിൻ്റെ താഴത്തേക്ക് ഗ്യാപ്പ് വരുന്നില്ലേ, അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്ത് കളയുന്നത്. ഈ ഒരു ഏരിയ ആയിട്ടുണ്ട് കേട്ടോ. ആ ഒരു ഗ്യാപ്പും കൂടി അടച്ചാൽ മതി. പിന്നെ ഉള്ളത് ഈ ഒരു സൈഡാണ്. യെസ്, ഈ ഒരു സൈഡ് നമ്മൾ ഇത്ര ആയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് ഈ ഒരു ഏരിയ ഇവിടുന്ന് ഇതാ അവിടം വരെ ആ ഒരു കിണർ കാണുന്നില്ലേ, നമ്മൾ ഓൾറെഡി അവിടെ കുറച്ച് കലാത്തിയൊക്കെ വെച്ചിട്ടുണ്ട്. അവിടം വരെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഈ ഇടക്ക് കാണുന്ന ഗ്യാപ്പൊക്കെ നമ്മൾ അവസാനം അടയ്ക്കുള്ളൂ. അപ്പോൾ ആദ്യം നമുക്ക് നേരെ ഇങ്ങനെ പുല്ലിട്ടിട്ട് പോവുക ചെയ്യുന്നത്. പോയിട്ട് ഗ്യാപ്പെല്ലാം നമ്മൾ അടയ്ക്കും കേട്ടോ. അതുപോലെ തന്നെ വളം ഇട്ടിട്ടുണ്ട്. നമ്മൾ ഫുള്ളായിട്ട് മൊത്തം ഏരിയയിലും വളം ഇട്ടിട്ടുണ്ട്. അവിടെ ഒരു ചെറിയൊരു പോർഷൻ ഉണ്ട്. അപ്പോൾ ആ കാണുന്ന ഒരു പാച്ചും കൂടി ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ തീർന്നു കേട്ടോ. ഈ കാണുന്നത് പൂഴി വീണതാണ്. അത് നമ്മൾ നനയ്ക്കുമ്പോൾ താഴത്തേക്ക്. ഇപ്പം ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് പൂഴിയൊക്കെ എൻ്റെ പുറത്ത് വീണ് കിടക്കുന്നതായിട്ട് കാണാൻ പറ്റും. നമ്മൾ നനയ്ക്കുമ്പോൾ അത് താഴത്തേക്ക് ഇറങ്ങിപ്പോക്കോളൂ കേട്ടോ. മാത്രമല്ല നനയ്ക്കുമ്പം ഇപ്പോൾ കാണുന്നതിനേക്കാളും കുറച്ചുകൂടി നല്ലൊരു ഗ്രീനറി വരും. ഈ നമ്മുടെ പേൾ ഗ്രാസിനൊരു പ്രത്യേകമുണ്ട്. പേൾ ഗ്രാസിന് ചെറുതായിട്ടെങ്കിലും ഒരു ഉണക്ക് ഫീൽ ചെയ്യുന്ന സമയത്ത്, റോഡ് സൈഡ് ആയതുകൊണ്ട് വണ്ടിയുടെ നല്ല ഡിസ്റ്റർബൻസ് ഉണ്ടാകും കേട്ടോ. അപ്പോൾ ആ പേൾ ഗ്രാസിന് ചെറുതായിട്ടെങ്കിലും നല്ല വെയിലടിച്ച് നിൽക്കുകയാണെങ്കിലുണ്ടല്ലോ, അതിൻ്റെ ഇലയ്ക്കൊരു വെള്ള കളർ പോലെ കയറി വരും. പക്ഷെ നമ്മൾ ജസ്റ്റ് നനച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ ഫുള്ള് ഗ്രീനാവും. യെസ്, അപ്പോൾ ഈ ഒരു പോർഷൻ ഫിനിഷ് ആയടാ. അവിടുന്ന് ഇവിടം വരെയുള്ള ഫുള്ള് വെച്ച് പാച്ചൊക്കെ തീർത്ത് വെച്ചിട്ടുണ്ട്. ഇനിയുള്ളത് ആ ഏരിയയാണ്. ഇനിയിപ്പം അവർ രണ്ടുപേരും കൂടി വെക്കും. അപ്പോൾ കുറച്ചുകൂടി ഫാസ്റ്റാവും. അത്ര ഏരിയ ആ കിണർ കാണുന്നില്ലേ, അവിടം വരെ കലാത്തേലൂട്ടിയാണ് വെച്ചിട്ടുണ്ട് കേട്ടോ. ചെറിയ പ്ലാന്റ്സാണ് വെച്ചേക്കുന്നത്. അപ്പം കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കിനും വലുതായിക്കോളും. വലുതായി കഴിഞ്ഞാൽ നമുക്ക് ആ കിണറിൻ്റെ റിമ്മൊന്നും കാണാൻ പറ്റത്തില്ല. അതിനൊക്കെ മേളിൽ പോകട്ടോ. യെസ്, അപ്പോൾ അവിടെ ഇങ്ങനെ നമ്മൾ കലാത്തി വെച്ചിട്ടുണ്ട് കിണറിൻ്റെ ഫ്രണ്ടിൽ. അതിൻ്റെ ഉള്ളിലേക്കുള്ള ഭാഗം നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ട്. കാണുന്നുണ്ടല്ലോ, കണ്ടോ, ഉള്ളിലേക്കുള്ള ഭാഗം നമ്മൾ പേൾ ഗ്രാസ് ഫില്ല് ചെയ്തു. പിന്നെ നമുക്ക് ഈ ഒരു പോർഷൻ കൂടി ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ തീരും കേട്ടോ. പിന്നെ നമുക്ക് ആ നമ്മൾ വെച്ചേക്കുന്ന സ്ഥലത്ത്, പുല്ല് വെച്ചേക്കുന്ന സ്ഥലത്തുള്ള ആ ഒരു പോർഷനും ഈ ഒരു പോർഷനും കൂടി മാത്രമേ ഉള്ളൂ തീർക്കാനായിട്ട്. പിന്നെയുള്ളത് അപ്പുറത്തെ സൈഡിൽ നമുക്ക് ഈ ഒരു ഇച്ചിരി ചെടി കൂടി വെക്കാനുണ്ട് കേട്ടോ. അപ്പുറം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് ഫിനിഷാകും. ചെറിയ ഗ്യാപ്പ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയ, ഈ കാണുന്ന ഇത്ര ഏരിയ ഒന്ന് ഫിനിഷ് ചെയ്യണം നമുക്ക് ആദ്യം. യെസ് ഗായ്സ്, അപ്പോൾ നമ്മുടെ വർക്ക് ഏകദേശമൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ടോ. ഈ ഏരിയയൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമുക്ക് അവിടെ ഇച്ചിരി പ്ലാന്റ് വെക്കാനുണ്ട്. കലാത്തിയ നേരത്തെ കാണിച്ചില്ല, അത് അവിടെ വെക്കാനുള്ളതാണ്. ബാക്കി ഈ ഏരിയയൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ ഫുള്ളായിട്ടൊന്ന് കാണിക്കാം. അവിടെ തീർന്നിട്ടില്ല കേട്ടോ, കുറച്ചുകൂടി ആ ഭാഗം തീരാണ്ട്. പക്ഷേ ഇപ്പോൾ കാണിക്കുന്നതെന്ന് വെച്ചാൽ മഴ പെയ്യാനും ലൈറ്റ് പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ടാവുകൊണ്ടാണ്. ഈ ഒരു ഏരിയ നമ്മൾ ഇത്രയും ചെയ്തിട്ടുണ്ട്. ഇവിടെ വരെ ചെയ്തിട്ടുണ്ട്, കണ്ടല്ലോ. ഇവിടെ ഇത്രയും ഭാഗം. ഇവിടെ ഇനി കുറച്ച് പാച്ച് വർക്ക് മാത്രമേ ഉള്ളൂ. അവിടെ ഇവിടെ ഇച്ചിരി ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി മാത്രമേ ഉള്ളൂ. തീർന്നു. ഈ പ്ലാന്റ് കൊണ്ട് അവിടെ കൂടി വെക്കണം. ഇത്ര ഏരിയ കൂടി തീർക്കണം, മാത്രമേ ഉള്ളൂ. അതോടുകൂടി നമ്മുടെ വർക്ക് ഫിനിഷ് ആട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ വർക്കിൻ്റെ ഏകദേശം ഏറ്റവും എൻഡ് ഭാഗത്തേക്ക് ആട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഓൾറെഡി നട്ടിരിക്കുന്ന പുല്ലിനൊക്കെ ജസ്റ്റ് നനച്ച് കൊടുക്കുകയാണ്. അത്യാവശ്യം വെയിലുണ്ടായിരുന്നു, അപ്പോൾ നമ്മൾ നനച്ചിട്ട് കൂടി പോകുന്ന വിചാരിക്കുകയാണ്. നമ്മൾ നടുന്ന പോലെയല്ല, ഷീറ്റായിട്ട് വെക്കുന്നതുകൊണ്ട് ഇത് വേര് പിടിച്ച് കിട്ടാനൊന്നും വലിയ പാടുന്നില്ല. ഓൾറെഡി റൂട്ടഡ് ആയിട്ടുള്ള ഗ്രാസാണ് നമ്മൾ വെച്ചിരിക്കുന്നത് കേട്ടോ. നല്ല ഫ്രഷ് ഗ്രാസായിരുന്നു. അപ്പോൾ ഇനി നമുക്കത് ആ കാണുന്നൊരു ഭാഗമില്ല, നമ്മൾ ഓൾറെഡി പുല്ല് അടുക്കി വെച്ചിരുന്ന ഭാഗം, ആ ഒരു ഭാഗം കൂടി കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് ഫിനിഷാകും. ഓക്കെ, അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നായിരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതുപോലത്തെ വർക്കുകൾക്കായിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്യുന്ന കേട്ടോ. ആ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.
യെസ്, അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നല്ലൊരു മഴയൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പം എന്തായാലും നമ്മൾ പുല്ല് വെച്ച് കഴിഞ്ഞിട്ട് മഴ പെയ്തത് എന്തായാലും നന്നായിട്ടുണ്ട്. നല്ല രീതിയിൽ നനഞ്ഞിട്ടുണ്ട് നമ്മുടെ പുല്ലെല്ലാം. അപ്പോൾ നമ്മൾ ഈ ഒരറ്റത്തുനിന്ന് ആ ഒരറ്റം വരെ പുല്ല് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെ കുറച്ച് കലാത്തി പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട് കേട്ടോ. കാണിച്ചു തരാം. ചെറിയ പ്ലാന്റ്സാണ്, ഒത്തിരി വലിയ പ്ലാന്റ്സൊന്നും അല്ല, ചെറിയ പ്ലാന്റ്സാണ്. ഇവിടെ നിന്ന് വലുതായിക്കുള്ളൂ. ഇതാ 11 പ്ലാന്റ്സാണ് ഇവിടെ വെച്ചേക്കുന്നത്. പിന്നെ ഇവിടുന്ന് ഫുള്ള് അങ്ങോട്ട് ഗ്രാസ് ആട്ടോ, ഫുള്ള് ഇതാ ഇവിടം വരെ, ഈ ഒരു സൈഡ് ഇവിടം വരെ ആട്ടോ. പിന്നെ ഉള്ളത് ഗേറ്റിൻ്റെ അപ്പുറ സൈഡാണ്. അവിടെ ഇതുപോലെ തന്നെ ഫുള്ള് പേൾ ഗ്രാസ് വെച്ചേക്കാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ സംഭവം ഫിനിഷ് ചെയ്യാം മൊത്തം വെച്ച്. ഇവിടുന്ന് ഫുള്ളിങ്ങനെ വെച്ച് ഇവിടം വരെ ഫുള്ള് വെച്ചേക്കാണ്. യെസ്.